Hi friends, welcome back to Reported Speech Part 5. Today we are going to understand what backshift in reported speech is and how time and place words change. I've written 3 sentences on the board. Please look at the first one. He says, I don't work on Sundays. ഈ സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കൂ, രണ്ടായിട്ട് തിരിക്കൂ. റിപ്പോർട്ടിംഗ് പാർട്ട് ആൻഡ് റിപ്പോർട്ടഡ് പാർട്ട്, അല്ലേ? ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് നോക്കൂ. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സബ്ജക്ട് വേർബ് ഓർഡറുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ നോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നോക്കൂ, ഐ വർക്ക് ഓൺ സൺഡേസ് എന്ന് കിട്ടും. ഐ ഡോണ്ട് വർക്ക് ഓൺ സൺഡേസ് നെഗറ്റീവ്. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്, സംശയമില്ല. സ്റ്റേറ്റ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ നോക്കൂ, റിപ്പോർട്ടിംഗ് പാർട്ടിനോട് ചേർക്കാൻ ദാറ്റ് ആണ് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിന്റെ ടെൻസ് നോക്കൂ, ഹി സേസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, റിപ്പോർട്ടിംഗ് വേർബ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് ക്ലോസിലെ വേർബിന് മാറ്റം വരുന്നില്ല, ടെൻസിന് മാറ്റമേ വരുന്നില്ല. ഇറ്റ് റിമെയിൻസ് ദി സെയിം. വി നീഡ് നോട്ട് ചേഞ്ച് ദി ടെൻസ് ഓഫ് ദി റിപ്പോർട്ടഡ് പാർട്ട്, റിപ്പോർട്ടഡ് ക്ലാസ്. മനസ്സിലായല്ലോ? സി അപ്പോൾ എങ്ങനെ നമുക്കിത് മാറ്റാൻ പറ്റും? സേസിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുമില്ല. ഹി സീസ് ദാറ്റ്, അല്ലേ? അവിടെ ഒരു ലിസ്ണർ, ഒരു പെർട്ടിക്കുലർ ലിസ്ണർ വരുന്നില്ല. ഹി സീസ് ദാറ്റ്. ഇനി ഇത് സ്പീക്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. റിപ്പോർട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ ഹി ആയിട്ട് ഹി വരുമ്പോൾ നമുക്ക് നോക്കൂ, ഹി ഒരു എന്താ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, അപ്പോൾ ഡോണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഡസൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ സെന്റൻസ് എന്തായി? ഹി സേസ് ദാറ്റ് ഹി ഡസൻറ്റ് വർക്ക് ഓൺ സൺഡേസ്. ഹി സേസ് വാട്ട്? ദാറ്റ് ഹി ഡസൻറ്റ് വർക്ക് ഓൺ സൺഡേസ്. ഇതാണ് ഇതിൻ്റെ റിപ്പോർട്ടഡ് ഫോം. അടുത്തൊന്നേ ഉള്ളൂ. ഹി സെഡ് ഐ എം വർക്കിംഗ് ടുഡേ. സി ഇവിടെ സെഡ് ആണ്, ആ വ്യത്യാസം കണ്ടല്ലോ. ഈ സെന്റൻസ് സെയ്സ് ആണ്, ഇത് സെഡ് ആണ്. ഐ എം വർക്കിംഗ് ടുഡേ, ഐ എം വർക്കിംഗ് ആണ്, ഇത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇപ്പോൾ മെയിൻ വേർബിനോടൊപ്പം ഇങ് ഉണ്ട്, ഇങ് സൗണ്ട് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് പ്രോഗ്രസീവ് ആസ്പെക്ട്, കണ്ടിന്യൂറ്റി കാണിക്കുന്നതാണ്. ഈ ആം എന്ന് പറയുന്ന ബിയുടെ പ്രസന്റ് ഫോം ആണ്, ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത്രേ ഉള്ളൂ. ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. നോക്കുള്ളൂ, സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും. അപ്പോൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ദാറ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കുക? ഹി സെഡ് ദാറ്റ്, ആരോടുന്നില്ല ഇവിടെ, ഒരു ലിസ്ണർ, പെർട്ടിക്കുലർ ലിസ്ണർ ഇല്ല, അല്ലെ? ഹി സെഡ് ദാറ്റ് പഴയതുപോലെ തന്നെ ഐ ഹി ആകുന്നു. ആം ബുക്കിംഗ് ആണ്, അതെന്തായി തരും? വാസ് ബുക്കിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. എന്തുകൊണ്ടാണ്? കാരണം മെയിൻ ക്ലാസ് പാസ്റ്റ് ആണ്. ഇതിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ ഈ കൂട്ടിച്ചേർക്കുന്ന സെന്റൻസുകളിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ? പക്ഷേ ഈ മാറ്റത്തിന്, ഈ ചേഞ്ചിന് ഒരു പാറ്റേൺ ഉണ്ട്. ഒരു ബാക്ക്വേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്, അല്ലെ? വെർബ് അതിന്റെ ടെൻസ് ബാക്കിലേക്ക് പോവാണ്, അല്ലെ? നോക്കൂ, എപ്പോഴാണിത്? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണെങ്കിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആം ബുക്കിംഗ് എന്തായി? വാസ് ബുക്കിംഗ് ആയി. ടുഡേ എന്നുള്ളത് നോക്കൂ, ഡിസ്റ്റൻസിങ്ങിന് വിധേയമായി, അല്ലെ? കാരണം ഇത് റിപ്പോർട്ടർ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് മാറുകയാണ്, അല്ലെ? ആ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാണ്. ദാറ്റ് ഡേ. ഇനി സെന്റൻസ് മാറ്റി നോക്കൂ. ഹി സെഡ് ദാറ്റ് ഹി വാസ് വർക്കിംഗ് ദാറ്റ് ഡേ. ഹി സെഡ് ദാറ്റ്, ഹി സെഡ് വാട്ട്? ദാറ്റ് ഹി വാസ് വർക്കിംഗ് ദാറ്റ് ഡേ. നോക്കൂ, ഇവിടെ ടെൻസ് തങ്ങളിലെ എഗ്രിമെന്റ് നോക്കൂ. അപ്പൊ എന്താണ് ബാക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്? നോക്കൂ, മെയിൻ ക്ലോസ്, പ്രധാനപ്പെട്ട ക്ലോസ്, ദാറ്റ് മീൻസ് റിപ്പോർട്ടിംഗ് ക്ലോസിലെ വെർബ് പാസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നോക്കൂ, റിപ്പോർട്ടഡ് ക്ലോസിലെ വെർബ് നോക്കൂ പിറകിലേക്ക് പോകുന്ന, പിറകിലേക്ക് പോകുക എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ് ആക്ച്വലി ഗോസ് വൺ സ്റ്റെപ്പ് ബാക്ക് ഇൻ ടൈം ആണ്. നോക്കിക്കോളൂ, ഇപ്പോൾ പ്രസന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന വെർബ് എങ്കിൽ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റുമാണെങ്കിൽ അത് പാസ്റ്റിലേക്ക് പോകും. വളരെ ലോജിക്കലായ ഒരു കാര്യമാണത്, ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രസന്റ് പാസ്റ്റ് ആവും, പാസ്റ്റ് വീണ്ടും ബാക്ക്വേർഡ് മൂവ്മെന്റിന് വിധേയമാവുകയാണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും.
അപ്പോൾ എന്തൊക്കെയാണ്? പ്രസന്റ് പാസ്റ്റ് ആകുന്നു, പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്താകും? പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. പ്രസന്റ് പെർഫെക്റ്റ് എന്താകും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താകും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റോ? സിമ്പിൾ പാസ്റ്റ് ഇതാണ്. അതൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകും, പാസ്റ്റ് പെർഫെക്റ്റ് ആവും അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിൽക്കുക, പാസ്റ്റിന്റെ ഭാഗത്താണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഒന്നുകൂടെ പഴയതിലേക്ക് പോകും, ഒന്നുകൂടെ ബാക്കിലേക്ക് പോകും. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ നോക്കൂ, അതിനി പോകാനിടയില്ല അല്ലേ? അത് അങ്ങനെ തന്നെ കിടക്കും. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും അത് തന്നെയാണ്. ഇനി ഫ്യൂച്ചർ ടെൻസുകൾ വരുമ്പോൾ വില്ലും ഷാലും ഒക്കെ വരാറുണ്ട് അല്ലേ? ഇപ്പോ വിൽ ഇതൊരു മൗഡിൽ ഓക്സിലിയറിയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പാസ്റ്റ് അല്ല വുഡ് എന്ന് പറയുന്നത്. രണ്ടും രണ്ട് മൗഡിൽസ് ആണ്. രണ്ട് രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പക്ഷെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ ഈ രണ്ട് ക്ലാസ്സുകളുടെ എഗ്രിമെന്റിന് വേണ്ടി, ടെൻസ് എഗ്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ നമുക്ക് വില്ലിന്റെ പാസ്റ്റ് ആയിട്ട് തന്നെയാണ് വുഡിനെ കാണുന്നത്. നമുക്കൊരു സെന്റൻസ് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്യാൻ കുഡ് ആകുന്നു, വിൽ വുഡ് ആകുന്നു, മേ മൈറ്റ് ആകുന്നു. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഇങ്ങോട്ട് നോക്കാം. നോക്കൂ, he said, I have had breakfast. I have had breakfast. ഇത് ടെൻസ് ആയത്. ഹാവ് ഹാഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലേ? അയാൾ പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് he said to me എന്നാക്കാം. he said to me, I have had breakfast. എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? he told me that അല്ലേ? I have had, he had had. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് ഹാഡിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് had had. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, I said to him, I was waiting for you. He said, I was waiting for you. നോക്കൂ, ഇവിടെ I was waiting ആണ്. was waiting ആണ് വെർബ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയാൽ എന്താവും? നോക്കൂ, had been waiting ആണ് അല്ലേ? ഇത് വെർബുകളുടെ ഈ ചേഞ്ചസ് ഒരിക്കലും ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ had been waiting മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണും. നോക്കൂ, I had been waiting for you അല്ലേ? അപ്പോൾ സെന്റൻസ് എന്തായി? I said to him. ഇവിടെ നോക്കൂ, റിപ്പോർട്ടേഴ്സ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. ഈ ഐ തന്നെയാണ്, അതുകൊണ്ട് ഈ ഐക്ക് മാറ്റില്ല. അപ്പോൾ ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ആരാകുന്നു? ഹിം ആകും. അപ്പോൾ സെന്റൻസ് എന്തായി മാറി? ഐ ടോൾഡ് ഹിം വാട്ട്? ദാറ്റ് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം. മനസ്സിലായല്ലോ? ഇനി I said to him, I have been waiting for you since morning or since this morning. No. I said to him, I have been waiting for you since this morning. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം നമുക്ക്? നമുക്ക് told, I told him that. ഈ ഐയും ഈ ഐയും ഒരാളാണ്. പെർസ്പെക്റ്റീവ് വെച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ സെന്റൻസ് എന്ത് കിട്ടും? I told him that. ഐ തന്നെയാണല്ലോ. have been waiting പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതെന്താകും? നോക്കൂ, had been waiting ആണ് അല്ലേ? for you എന്നുള്ളത് for him ആകും. സിൻസ് ദിസ് മോർണിംഗ് എന്നുള്ളത് സിൻസ് ദാറ്റ് മോർണിംഗ് ആണ്. കണ്ടല്ലോ? അപ്പൊ ദിസ് ദാറ്റ് ആയി അല്ലെ? യെസ്റ്റർഡേ ഇത് പ്രീവിയസ് ഡേ ആയി. മനസ്സിലായല്ലേ? നോക്കൂ, അപ്പൊ ഇങ്ങനെയുള്ള ഈ മാറ്റത്തെ ടൈമും പ്ലേസും മാറുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്.
ഈ രണ്ട് ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉദ്ദേശിച്ചത് ഈ വീഡിയോയിൽ. അപ്പോൾ വാട്ട് ഈസ് ഡിസ്റ്റൻസ് സ്വിംഗ് ആൻഡ് വാട്ട് ഈസ് ബാക്ക് ഷിഫ്റ്റ്, എന്താണ് ബാക്ക് ഷിഫ്റ്റ്, എന്താണ് ഡിസ്റ്റൻസ് സ്വിംഗ്, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഡോണ്ട് മിസ് പാർട്ട് 6.